നമ്മുടെ പാർട്ടി നേരിടേണ്ട പ്രശ്നങ്ങളെക്കുറിച്ച് ഇവിടെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. പാർട്ടി പലവിധ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് തുടക്കം മുതലേ പ്രവർത്തിച്ചു വന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ വല്ലാത്തൊരു ദശാസന്ധിയിൽപ്പെട്ട് നിൽക്കുന്നൊരു ഘട്ടമാണ്. CPIM-നെ വളഞ്ഞിട്ടാക്രമിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയുള്ള കാര്യമല്ല. തുടക്കം മുതലേ ഇത്തരത്തിലുള്ള വളഞ്ഞിട്ട ആക്രമണങ്ങളാണ് പാർട്ടിക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഗോവിന്ദൻ മാസ്റ്റർ കുറേ കാര്യങ്ങൾ പറയുകയുണ്ടായി. വലിയ തോതിലുള്ള കമ്മ്യൂണിസ്റ്റ് വേട്ട, അതാണ് കേരളത്തിൽ കണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണം അതാണ്. കേരളമടങ്ങുന്ന കരിവള്ളൂരിൽ ഉണ്ടായത്. ഒരുപാട് സഖാക്കളുടെ ജീവനെടുക്കുന്ന തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് വേട്ട ആ കാലത്തുണ്ടായി. മാത്രമല്ല, ഒരു ഘട്ടത്തിൽ ഇനി ഇവിടെ ഈ കൊടി, ഈ ചെങ്കൊടി ഉയരില്ല എന്ന് പറയുന്ന നിലയും വന്നു. ആ പറഞ്ഞത് ആ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടാൻ വേണ്ടി പോലീസിനോടൊപ്പം പോയിരുന്ന കുറുവടിപ്പടയുണ്ട്. ആ കുറുവടിപ്പടയുടെ നേതാവായിരുന്നു. 1948 കാലത്താണ് അതിഭീകരമായ കമ്മ്യൂണിസ്റ്റ് വേട്ട നടന്നത്. പക്ഷേ ഒരു ദശാബ്ദം കഴിയുന്നതിന് മുൻപ്, ഒരു ദശാബ്ദം എടുത്തില്ല, 1957 ഈ കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ ആദ്യത്തെ ഗവൺമെൻറ് രൂപീകരിക്കാനുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയാണ് അധികാരത്തിലെത്തിയത്. വലിയ ആക്രമണങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേരെ നടന്നപ്പോൾ ആ ആക്രമണങ്ങളെല്ലാം ഏറ്റുവാങ്ങേണ്ടി വന്നത് സാധാരണ ജനങ്ങളായിരുന്നു. ആ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന സാധാരണക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വെറുക്കുകയല്ല ചെയ്തത്. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ നേരെ ഇത്തരത്തിൽ ആക്രമണം നടക്കുന്നത് എന്നതിനെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിരുന്നു. അവരുടേതായ പ്രശ്നങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നുകൊണ്ടാണ്. ആരും അത്തരമൊരു ശബ്ദമുയർത്താത്ത നാട്ടിൽ അന്ന് തങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണ്. അതുകൊണ്ടാണ് അവരാക്രമിക്കപ്പെടുന്നത്, അവർ കള്ളക്കേസിൽ പെടുന്നത്, അവരെ ജയിലിലടക്കുന്നത് എന്നെല്ലാം തിരിച്ചറിയാൻ ആ പാവങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. അവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും കരുത്തുള്ള പിന്തുണക്കാരായി നിന്നത്. അങ്ങനെയാണ് 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത്.